കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ ദൈവം ഇടയാക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കോരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിയും പാടിയൽ പാടും പാടിയൽ കർണ നിറഞ്ഞവൻ കാക്കുമെന്നെ കാക്കുമെന്നെ. കാരിയും പാടിയൽ പാടും പാടിയൽ കർണ നിറഞ്ഞവൻ കാക്കുമെന്നെ കാക്കുമെന്നെ. ആശ്രയമേശു വിളന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ദൈവനാമത്തിന് മഹത്വവും. ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചന ചിന്തയ്ക്കായിട്ടൊരു വേദഭാഗം വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ പ്രധാനമായ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 3 അപ്പം ചോദിച്ചു വന്ന ഒരു സ്നേഹിതൻ. മറ്റൊന്ന് ഒരു ഉപമയാണ് പറഞ്ഞത്. 2 ഉപമയാണ്. നിങ്ങൾക്കൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ എന്നാണ്, ഉണ്ട് എന്നല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇതൊക്കെ അർത്ഥം വേറെയാണ്. അപ്പോൾ തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു സ്നേഹിതൻ വന്ന് അവൻ്റെ സ്നേഹിതനോട് ചോദിക്കുകയാണ്, എൻ്റെ വീട്ടിൽ ഒരു സ്നേഹിതൻ വന്നു. അത് അർദ്ധരാത്രിയാണെന്ന് ഓർക്കണം. അവന് കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവനെ അവിടെ ഇരുത്തിയിട്ട് നിൻ്റെ അടുക്കൽ വന്നത് ഒരു 3 അപ്പം കടം തരയണം. അപ്പോൾ കടം ചോദിക്കുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ്. ചരിത്രമാണത്. യേശു പറഞ്ഞപ്പോൾ അതെന്തുമാത്രം ആഴമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സ്നേഹിതൻ കഥവ് പോലും തുറക്കാതെ അകത്ത് കിടന്നുകൊണ്ട് പറയുകയാണ്, അപ്പം ഉണ്ട്, എനിക്ക് എടുത്തരാൻ കഴിയില്ല, പക്ഷേ പ്രൈസ് ദി ലോർഡ് ബുദ്ധിമുട്ടാണ്, കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. യേശു അതിന് പറഞ്ഞ മറുപടിയാണ് പ്രസക്തമായിരിക്കുന്നത്. സ്തോത്രം. തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്നാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പമല്ല ഇവിടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. 1, 3 അപ്പം എന്ന് പറയുന്നത്, 3 എന്ന് പറയുന്നത് രോഗശാന്തി, വചനം, പരിശുദ്ധാത്മാവ്. അത് യേശു സൂചിപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോടെ പറഞ്ഞു. അപ്പം രോഗശാന്തിയും ദൈവവചനവും പരിശുദ്ധാത്മാവുമാണ്. ഇത് 3ഉം നമുക്ക് വേണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അപ്പം അവിടെ 3 കാര്യങ്ങളാണ്. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കില്ലല്ലോ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കില്ലല്ലോ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കില്ലല്ലോ. ഇത് 3ഉം മനുഷ്യൻ തിന്നുന്നതാണ്. യേശു പറഞ്ഞ നെഗറ്റീവ് ഇന്ന് മനുഷ്യൻ ഏതോ രാജ്യത്തിൽ ഇതിൻ്റെ മനുഷ്യന് ഇത് തിന്നാൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചു വരാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് വചനവും രോഗശാന്തിയും പരിശുദ്ധാത്മാവുമാണ്. ഇതാണ് 3ഉം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇതുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇതാണ്, വചനമാണ്. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, തന്നോട് ചോദിക്കുന്നവർക്ക് ധാരാളം കൊടുക്കും, എത്രയധികം കൊടുക്കുമെന്നാണ്. നമുക്ക് തരാൻ കഴിയുന്ന യേശുവിൻ്റെ സ്നേഹം, കരുതൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രൈസ് ലോർഡ്. എത്രയധികം തരുമെന്ന് പറഞ്ഞാൽ അത്രയധികം തരുന്നവനാണ് ദൈവം. അവൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. പ്രൈസ് ഗോഡ്. ആമേൻ.